ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ അട്ടിമറി ശ്രമം ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെന്ന് വിവരം. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന്റെ ശബ്ദരേഖ ഇന്നലെ പുറത്തു വന്നിരുന്നു. നിക്ഷേപകരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങി കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ഈ ഹൈറിച്ച് തിരികെ വരും, അത് തകരാൻ പോകുന്നില്ല. കാരണം ഈ ഹൈറിച്ചിനെതിരെ നിലനിൽക്കുന്ന കേസുകൾ എല്ലാം തന്നെ ഒത്തുതീർപ്പാക്കാൻ ഇതിനോടകം ശ്രമം തുടങ്ങി എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞത്. ഒരു അഭിഭാഷകന്, അതായത് സർക്കാർ പ്രോസിക്യൂട്ടറിന് പണം നൽകിയിട്ടുണ്ട്, കോടതിയിൽ നടക്കുന്ന കേസ് അനുകൂലമാകും. ഇതായിരുന്നു അതിന്റെ ഉള്ളടക്കം. അതിനെക്കുറിച്ച് നമ്മൾ തുടർന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് കൂടുതൽ വിവരം പുറത്തു വരുന്നത്. അതായത് ഈ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണെന്ന് മനസ്സിലാകുന്നു. നിക്ഷേപകരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങി കോടതിയിൽ ഹാജരാക്കാൻ തിരക്കിട്ട ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഈ സംഭവത്തിൽ തങ്ങൾക്ക് പരാതിയില്ല, പണം നഷ്ടപ്പെട്ടതിൽ പരാതിയില്ല എന്ന് സത്യവാങ്മൂലം വാങ്ങി അത് കോടതിയിൽ നൽകി കേസ് ഇല്ലാതാക്കാനാണ് അവിടെ നീക്കം നടക്കുന്നത്. ഈ പോലീസിന്റെ കേസ് ഇല്ലാതായാൽ ഇഡിയുടെ അന്വേഷണവും ആ ഒരു പർട്ടിക്കുലർ കേസിൽ നിലയ്ക്കും. കാരണം പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ലൂപ്പ് ഹോളാണ് ഇവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ചേർപ്പിലേത് ദുർബലമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസാണെന്ന വിവരവും പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള, അല്ലെങ്കിൽ ഈ ഹൈറിച്ചിന് അനുകൂലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കേസ്, ഏതെങ്കിലും ഒരു കേസെങ്കിലും ഈ കോടതി ഹൈറിച്ചിനെതിരായി ഉള്ള കേസ് തള്ളിയാൽ അത് വീണ്ടും തട്ടിപ്പ് നടത്താനും തിരിച്ചു വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം നൽകാനും ഈ ഹൈറിച്ച് മാഫിയയ്ക്ക് സാധിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് 3000-ലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് എന്ന് മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയത്. അതാണ് അട്ടിമറിക്കപ്പെടുന്നത്.